നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് കണ്ടെത്തുക, അതിനുവേണ്ടി ആർട്ട് വർക്ക് ചെയ്യുക എന്ന് എപ്പോഴും പറയാറില്ല. നമ്മളെ യുങ്കിന്റെ ലൈഫ് സ്റ്റോറിനെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വെൽക്കം ബാക്ക് അലക്സ LB വ്ളോഗ്സ്. 1993 മാർച്ച് 9 സൗത്ത് കൊറിയയിലെ ഡെഗ്യുയിൽ ആണ് ഷുഗ ജനിച്ചത്. തേജുൻ എലമെന്ററി സ്കൂളിലും ഗാങ്യോൺ മിഡിൽ സ്കൂളിലും അക്കിജോൺ ഹൈസ്കൂളിലുമായിരുന്നു ഷുഗയുടെ എഡ്യൂക്കേഷൻ. ഷുഗയുടെ ചെറുപ്പകാലം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതും തികച്ചും ഡിപ്രഷൻ നിറഞ്ഞതുമായിരുന്നു. ഡെഗ്യോയിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ചു വളർന്ന യുങ്കി സ്കൂളിൽ നല്ലൊരു വിദ്യാർത്ഥിയും കൂടിയായിരുന്നു. സംഗീതത്തോടുള്ള ഇഷ്ടം കൊണ്ട് യുങ്കി ക്ലാസ് ശ്രദ്ധിക്കുന്നതിന് പകരം പേപ്പർ കഷ്ണങ്ങളിൽ വരികൾ എഴുതാനായിരുന്നു താല്പര്യം. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എപ്പിക് ഐയുടെ ഒരു റാപ്പറിംഗ് കണ്ടതിന് ശേഷമാണ് ഷുഗയ്ക്ക് ഒരു റാപ്പറായി മാറണമെന്നൊരു ആഗ്രഹം ഉണ്ടായത്. എന്നിരുന്നാലും ഇത് ഷുഗയുടെ മാതാപിതാക്കൾ അറിഞ്ഞപ്പോൾ ദേഷ്യപ്പെടുകയും ഷുഗ വരികൾ എഴുതിയിരിക്കുന്ന പേപ്പർ കഷ്ണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിർബന്ധിച്ചു. ഇതേ സമയത്താണ് ഷുഗയ്ക്ക് ബാസ്കറ്റ് ബോളിനും താല്പര്യമുണ്ടായി തുടങ്ങുന്നത്. സ്കൂൾ ടൈമിന് ശേഷവും വീക്കെൻഡിനും ബാസ്കറ്റ് ബോൾ കളിക്കാൻ ഷുഗ പോകുമായിരുന്നു. എത്രത്തോളം ഷുഗ ടാലന്റഡ് ആണ് ബാസ്കറ്റ് ബോളിലെന്ന് പല യൂട്യൂബ് വീഡിയോസുകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്നിരുന്നാലും മ്യൂസിക്കിനോടുള്ള പാഷൻ അപ്പോഴും പിന്തുടർന്നിരുന്നു ഷുഗ. മാതാപിതാക്കളുടെ എതിർപ്പുകൾ അവഗണിച്ചുകൊണ്ട് വീണ്ടും എഴുതാൻ തുടങ്ങി. തന്റെ 13ാം വയസ്സിൽ കൃതികൾ രചിക്കാൻ തുടങ്ങി. ആ ടൈമിലാണ് കീബോർഡിനെ കുറിച്ച് പഠിക്കുന്നത്. പക്ഷേ കുടുംബത്തിന്റെ ദാരിദ്ര്യം കാരണം ജോലി ചെയ്യാൻ നിർബന്ധിതനായിരുന്നു. പല തെരുവുകളിലും താൻ പ്രൊഡ്യൂസ് ചെയ്ത സംഗീതം വിൽക്കാൻ പോയിരുന്നു. മ്യൂസിക് വിൽക്കുക എന്നത് ഭയങ്കര പ്രയാസകരമായ ജോലിയായിരുന്നു. അപ്പോഴും പലരും പൈസ തരാതെ പറ്റിച്ചിരുന്നു എന്ന് പല ഇന്റർവ്യൂസിലും ഷുഗ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു കാര്യം ഞാൻ പറയാം. 2 പൗണ്ട് വിലയുള്ള ഒരു നൂഡിൽസ് വാങ്ങാൻ ഞാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ള ബസ് ചാർജ് പോലും ഇല്ലായിരുന്നു. പല സമയങ്ങളും ഭക്ഷണമാണോ വേണ്ടത്, ബസ് ചാർജ് ആണോ വേണ്ടതെന്ന് വെച്ച് തിരഞ്ഞെടുക്കേണ്ടി വന്നിരുന്നു. മിക്ക സമയങ്ങളും ഭക്ഷണമില്ലാതെ ഞാൻ വിശന്നിരുന്നു. പിന്നീട് യുങ്കി ഡെഗുൾ ടൗൺ എന്നറിയപ്പെടുന്ന അണ്ടർഗ്രൗണ്ട് റാപ്പർ ടീമിന്റെ ഒരു അംഗമായി. ഗ്ലോസ് എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ആ ടൈമിലാണ് ബിഗിറ്റിന്റെ ഓഡിഷനിൽ പങ്കെടുക്കുന്നത്. അന്ന് വന്ന റാപ്പർമാരിൽ 2ാം സ്ഥാനക്കാരനായി സെലക്ട് ആവുകയും ചെയ്തു. അങ്ങനെ ബിഗിറ്റിന്റെ ട്രെയിനിയായി യുങ്കി മാറി. യുങ്കി ബിഗിറ്റിന്റെ സിഇഒയെ സമീപിക്കുകയും കൊറിയോഗ്രാഫി കുറഞ്ഞ എന്നാൽ പ്രൊഡ്യൂസിങ്ങിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു റാപ്പറിംഗ് ടീമിൽ ചേർക്കാമെന്ന് യുങ്കിക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു അദ്ദേഹം. അങ്ങനെ ബിഗിറ്റിന്റെ ഭാഗമായി തീർന്നു. അദ്ദേഹം പിന്നീട് RMന് ഷുഗയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും അവർ പിന്നീട് ഒരുമിച്ച് താമസിക്കുകയും തുടങ്ങി. BTS അംഗങ്ങളിൽ കൂടുതൽ ഒരുമിച്ച് താമസിച്ചത് ഷുഗയും RMും കൂടിയാണ്. യുങ്കി ബിഗിറ്റിന്റെ ട്രെയിനിയായിരുന്ന സമയത്ത് ന്യൂസ് പേപ്പർ ഡെലിവറി ബോയ് ആയിട്ട് ജോലി ചെയ്യുകയും ചെയ്തിരുന്നു. ഒരിക്കൽ ന്യൂസ് പേപ്പർ വിതരണം ചെയ്യുന്ന സമയത്ത് ഒരു കാർ വന്ന് ഇടിക്കുകയും അദ്ദേഹത്തിന്റെ ഷോൾഡറിന് കാര്യമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ഇത് മറ്റുള്ളവരോട് പറയുന്നതിന് പകരം ഇത് മറച്ചു വെക്കുകയും പ്രാക്ടീസിന്റെ സമയത്ത് കഠിനമായിട്ടുള്ള വേദന അനുഭവിക്കുകയും ചെയ്തു. ഈ കാര്യം പുറത്തു പറഞ്ഞ് തന്റെ ഭാവി ഇല്ലാതാവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇത് എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്. ഇപ്പോഴും ഷുഗയ്ക്ക് ഇടത് ഷോൾഡറിന് എല്ലാവരെയും പോലെ പൂർണ്ണമായിട്ടുള്ള ചലനമില്ല. അതുകൊണ്ട് തന്നെ ഷുഗയ്ക്ക് പല ഫ്രീ സ്റ്റൈൽ ഡാൻസ് പെർഫോം ചെയ്യാൻ കഴിയില്ല. അത് ഷുഗയുടെ മാനസിക നില തെറ്റിക്കുകയും കഠിനമായിട്ടുള്ള ഡിപ്രഷനിലേക്കും സോഷ്യൽ ആൻസൈറ്റിയിലേക്കും നയിച്ചു. ഡാൻസ് പ്രാക്ടീസ് ചെയ്യരുതെന്നുള്ള ഡോക്ടറുടെ നിർദ്ദേശം വകവയ്ക്കാതെ കഠിനമായുള്ള രീതിയിൽ പ്രാക്ടീസ് ചെയ്തു ഷുഗ. തന്റെ അഗസ്റ്റഡി എന്ന മിസ്റ്റേക്കിലെ ദ ലാസ്റ്റ് സോങ്ങിൽ വിവരിക്കുന്നുണ്ട് ഷുഗ അനുഭവിച്ച മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച്. ആ സോങ്ങിൽ വിവരിക്കുന്നത് തന്റെ മെന്റൽ ഡിസോർഡറിനെ കുറിച്ച്, ലാസ്റ്റ് അത് സൈക്കാട്രിക്കിനെ കാണിക്കേണ്ട അവസ്ഥ വരെ എത്തിയ സമയത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. ഒരിക്കൽ സൂയിസൈഡിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടെന്ന് പോലും ആ സോങ്ങിൽ പറയുന്നുണ്ട്. ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൂമെന്റ് ഇൻ ദ ലൈഫ് എന്ന ആൽബത്തിന്റെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഷുഗയുടെ സോഷ്യൽ ആൻസൈറ്റി ഗുളികയും പെർഫോം ചെയ്യാതെ വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ കൺസേർട്ടിന്റെ 2ാം ദിവസം ബിഗിറ്റിന് അത് ക്യാൻസൽ ചെയ്യേണ്ടി വരികയും ചെയ്തു. അത് അന്ന് ക്യാൻസൽ ചെയ്യാനുള്ള കാരണം വിയുടെയും ഷുഗയുടെയും ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു. BTSലെ മറ്റ് അംഗങ്ങൾ യുങ്കിയുടെ അപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ലൈവ് ഇട്ട പല വീഡിയോസും ഇപ്പോൾ യൂട്യൂബിലുണ്ട്. ഇന്ന് യുങ്കി കൊറിയൻ കോപ്പിറൈറ്റ് മ്യൂസിക് അസോസിയേഷൻ അംഗീകരിച്ച പ്രൊഡ്യൂസറും റാപ്പറും കൂടെയാണ്. കൊറിയയെ സംബന്ധിച്ച് ഏറ്റവും വലിയ 2 ടോപ്പിക് ആണ് LGBT റൈറ്റ്സും മെന്റൽ വീക്ക്നെസ്സും. ഇതിനെക്കുറിച്ച് വ്യക്തമായി അഭിപ്രായമുള്ള K-pop ഐഡൽസിൽ ഒരാളാണ് ഷുഗ. ഒരുപാട് K-pop ഐഡൽസ് ഡിപ്രഷൻ കാരണം സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്തിണ്ടായ ഷൈനിയിലെ അംഗമായുള്ള ജോങ്കുങ്ങിന്റെ ഡിപ്രഷൻ മൂലമുള്ള സൂയിസൈഡിൽ വിഷമം പ്രകടിപ്പിച്ചായിരുന്നു യുങ്കി.
മെന്റൽ ഡിപ്രഷനും അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് പ്രചോദനം നൽകുന്നതാണ് ഷുഗയുടെ ലൈഫ് സ്റ്റോറി. തന്റെ മെന്റൽ ഡിപ്രഷനും സോഷ്യൽ ആൻസൈറ്റി എല്ലാം ഓവർകം ചെയ്ത് ലോകം മുഴുവനും ആരാധിക്കുന്ന ബോയ് ബാൻഡിന്റെ ഒരു അംഗമാണ് ഇപ്പോൾ ഷുഗ. BTS ആൽബത്തിൽ ഒരുപാട് ട്രാക്സ് എഴുതിയതും പ്രൊഡ്യൂസ് ചെയ്തതും ഷുഗയാണ്. BTSലെ ഷുഗയുടെ ആദ്യ ഡെബ്യൂ പ്രോഗ്രാം നടക്കുന്ന ടു സ്കൂൾ ഫോർ സ്കൂൾ എന്ന ആൽബത്തിലെ നോ മോർ ഡ്രീം എന്ന സോങ്ങിലാണ്. സൗത്ത് കൊറിയൻ പ്രസിഡന്റ് നൽകുന്ന 5th ക്ലാസ് ഗവൺ ഓർഡർ ഓഫ് കൾച്ചറൽ മെറിറ്റ് അവാർഡ് BTSലെ എല്ലാ മെമ്പേഴ്സിനെ പോലെ തന്നെ 2018 ഷുഗയ്ക്കും ലഭിച്ചിരുന്നു. 2017 സുറ എന്ന സിംഗറിന് വേണ്ടി ഷുഗ കമ്പോസ് ചെയ്തിട്ടുള്ള വൈൻ എന്ന സോങ് ഗാവോൺ ഡിജിറ്റൽ ചാർട്ടിൽ രണ്ടാമതായും 2017 MMAയിലെ ബെസ്റ്റ് സോൾ ട്രാക്ക് ഓഫ് ഇയർ ആയി സെലക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. കൂടാതെ ഇതിന് ഹോട്ട് ട്രെൻഡ് അവാർഡും ലഭിച്ചിട്ടുണ്ട്. ഒരുപാട് അവാർഡ് ഷുഗയെ തേടി എത്തിയിട്ടുണ്ട്. ഷൂട്ടിംഗ് ഗാർഡ് എന്നർത്ഥം വരുന്ന കൊറിയൻ വേർഡിന്റെ ആദ്യ അക്ഷരങ്ങളാണ് ഷുഗ എന്ന പേരായി മാറിയത്. ഷുഗറിനെ പോലെ സ്വീറ്റും തേനും ആയതുകൊണ്ടാണ് താൻ ഈ പേര് സെലക്ട് ചെയ്തത്. 2016 തന്റെ മിസ്റ്റേക്ക് ആയിട്ടുള്ള അഗസ്റ്റ് ഡിയിൽ നിന്ന് ഷുഗയ്ക്ക് അഗസ്റ്റ് ഡി എന്ന പേരും ലഭിച്ചു. 70-ൽ-അധികം രജിസ്റ്റേർഡ് സോങ്സ് ഉണ്ട് ഷുഗയ്ക്ക്. അതുകൂടാതെ ഒരു പിയാനിസ്റ്റും കൂടിയാണ്. 2017 മോസ്റ്റ് പ്രിപ്പയർഡ് ഐഡൽസിൽ 17ാം സ്ഥാനത്തും 2017 7ാം സ്ഥാനത്തും എത്തിയിരുന്ന ഷുഗ. ഒരു മ്യൂസിക് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ താൻ സക്സസ് ആയ തൻ്റെ ഫാൻസിനെ മേറ്റ് വാങ്ങി നൽകാമെന്ന് 2014 പ്രോമിസ് ചെയ്തിരുന്ന ഷുഗ. 4 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ 25ാമത്തെ ബർത്ത്ഡേക്ക് ആർമി എന്ന പേരിൽ 29 അനാഥ മന്ദിരങ്ങൾക്ക് മീറ്റ് ഡൊണേറ്റ് ചെയ്തിരുന്നു അദ്ദേഹം. കുട്ടിക്കാലം ദാരിദ്ര്യവും പല മാനസിക പ്രശ്നങ്ങളും ഡിപ്രഷനും നിറഞ്ഞതായിരുന്നു. അതിനെ എല്ലാം അതിജീവിച്ചുകൊണ്ട് ഇന്ന് ലോകം മുഴുവനും മില്യൺ കണക്കിന് ഫാൻസുകളുള്ള ഒരാളായി മാറിയിരിക്കുന്നു ഷുഗ. നമ്മളുള്ള ഒരു പാഷൻ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ആർട്ട് വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ അത് എന്താണെങ്കിലും നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും എന്ന് ഷുഗയുടെ ലൈഫ് സ്റ്റോറിയിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അടുത്ത സ്റ്റോറിയായിട്ട് വീണ്ടും കാണാം. ബൈ.